ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലോങ് വീഡിയോ ആണ്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ഞാൻ ഇടുന്ന ഒരു ലോങ് വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ വാഴവാന്തോട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയ കുറേ വിശേഷങ്ങളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് കാണാൻ പോകാം. രാവിലെ ഞാൻ പോകാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും വെളിയിറങ്ങി നിൽപ്പുണ്ട്. അപ്പം ഞാൻ പോകാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എടുത്ത ക്ലിപ്പാണിത്. എല്ലാം കഴിഞ്ഞ് വണ്ടി വന്നു, വണ്ടിയിൽ കയറിപ്പോയി. ഞാൻ എൻ്റെ കസിൻസിൻ്റെ കൂടെയാണ് പോയിരുന്നത്. അപ്പം നമ്മൾ മാത്രമല്ലായിരുന്നു, അവൻ്റെ ആൻറ്റിയുടെ കുറച്ച് ഫ്രണ്ട്സും അവരുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ വേറെ കാറിലാണ് വന്നിരുന്നത്. നമ്മളെല്ലാവരും കഴിക്കാനായിട്ടൊക്കെ ഒരുമിച്ചാണ് എത്തുന്നത്. പക്ഷെ കഴിക്കുന്നതിന് മുന്നേ ഇവർ ഛർദ്ദിച്ചിട്ട് കണ്ടായിരുന്നു. കുറച്ച് യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ആ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടായത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. പതിവില്ലാത്ത ശീലങ്ങളല്ലേ രാവിലെ എണീക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ എണീറ്റ് ഇറങ്ങി വന്നതുകൊണ്ട് ചെറുതായിട്ട് ഉറക്കക്ഷീണം. പിന്നെ നമ്മൾ ഒരുമിച്ച് വണ്ടി എടുത്തു, പിന്നെയും യാത്ര തുടർന്നു. അങ്ങനെ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയി. പിന്നെ മലകളൊക്കെ കാണാൻ തുടങ്ങി. സ്ഥലം ഓൾമോസ്റ്റ് എത്താറായി. അങ്ങനെ ട്രക്കിങ്ങിന് മുന്നേ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പം ഇതായിരിക്കും കൃഷ്ണൻ. അപ്പം നമ്മളിപ്പം വാഴവാന്തോട് ചെക്ക് പോസ്റ്റ് എത്തി. ചെക്ക് പോസ്റ്റില്ലേ, ചെക്ക് പോസ്റ്റിൽ എന്താ പറയുക, ഇവിടെ ആരൊക്കെ എത്ര പേരുണ്ടെന്നൊക്കെ എഴുതി എന്തോ വെക്കാനായിട്ട് കടന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇറങ്ങിയിട്ടില്ല. അവർ വരുന്നുണ്ട് തിരിച്ച്. ഇവിടെ കോവിൽ പോലത്തെ എന്തോ സംഭവമുണ്ട്. ഇവിടെ അമ്പലങ്ങളിൽ മറ്റേ ഓലയൊക്കെ കെട്ടിയിടത്തില്ല, അതേപോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അങ്ങോട്ട് പോകാൻ പറഞ്ഞ് 12 വയസ്സ് താഴെ ഉള്ളവർ പോകണ്ട, അതിന് മുകളിലുള്ളവർ പോകണം. എന്തിനാണ് പോകുന്നത്? ഒപ്പിടാനായിട്ട്, പേരായിട്ട് ഒപ്പിടാൻ നമ്മൾ പോവുകയാണ്. ഒപ്പിട്ടിട്ട് വരാം. നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ്റെ ചെരുപ്പ് ശ്രദ്ധിച്ചത്. ചെറുതായിട്ട് പൊട്ടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വേറെ ഷൂ ഉണ്ടായിട്ടും അവ ഇട്ടില്ല. അത് അവൻ്റെ കൊഴുപ്പാണ്. ഓക്കെ, ഞാനും ആക്ച്വലി ഷൂ ഒന്നും ഇടാതെയാണ് വന്നത്. വെറും ഒരു ചെരുപ്പിട്ടിട്ടാണ്, സാധാരണ ഒരു നോർമൽ ചെരുപ്പിട്ടാണ് ഞാൻ നടക്കുന്നത്. ബാക്കി എല്ലാവരും ഷൂസൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. പിന്നെ കാടൊക്കെ ഇങ്ങനെ കണ്ട് പോയി. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ വന്നത്. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് അങ്ങനെ നടന്നുപോയി. ഓൾമോസ്റ്റ് ഒരു 2.5 കിലോമീറ്ററോളം നടക്കാനുണ്ട് അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താനായിട്ട്. പക്ഷെ തിരിച്ച് വരണമെങ്കിലും അതേ 2.5 കിലോമീറ്റർ തിരിച്ച് നടക്കണം. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന വെള്ളമൊക്കെ ഈ മോളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ്. അപ്പോൾ ഇവിടെ കാല് നനയ്ക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. വെള്ളം കുടിച്ചിട്ട് പോവാം. എൻ്റെ തോളിൽ നിന്നൊരു ഭാരം ഞാൻ മറ്റൊരാളുടെ തോളിലേക്ക് കൈമാറി. ഞാൻ കൊണ്ടുവന്ന ബാഗ് എൻ്റെ കയ്യിൽ ഞാൻ തൂക്കൊണ്ട് പോവാണ്. ആക്ച്വലി അതിൽ കുറച്ച് വെയിറ്റൊക്കെ ഉള്ള ബാഗാണ്. അതിൽ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ വെള്ളം, പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ ചാടി മറിയും. അപ്പോൾ അത് കഴിഞ്ഞ് മാറ്റാനുള്ള തുണി ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ 2 ലിറ്റർ വെള്ളം, ആ കുപ്പിയൊക്കെയാണ് കുറച്ച് വെയിറ്റ് ഉള്ളത്.
നടക്കുന്നത് ആക്ച്വലി കുറേ പാറകളുടെ ഇടയ്ക്കും മരങ്ങളുടെ ഇടയ്ക്കും പിന്നെ കുറേ പുല്ല് ചെടി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പാമ്പായിട്ടാണ് തോന്നിയത് ആ സമയം. എനിക്ക് ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ആ ക്ലിപ്പ് ഞാൻ കണ്ടില്ല എഡിറ്റ് ചെയ്യാൻ നേരത്ത്. പിന്നെ ഈ കാണുന്ന വെള്ളമൊക്കെ ആക്ച്വലി മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ്. നല്ല വെള്ളമാണ് ആക്ച്വലി, നല്ല തണുപ്പാണ് അതിൽ. എന്താ പറയുക, അതെടുത്ത് നല്ല മുഖമൊക്കെ ഇങ്ങനെ കഴുകാൻ നേരത്ത് ഭയങ്കര നല്ല ഫ്രഷായിട്ട് തോന്നി. അപ്പോൾ നമ്മളായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ് അവിടെ ട്രക്കിങ്ങിനായിട്ട് അന്ന് വന്നിരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന ഗാർഡാണ്. അവിടെ ആക്ച്വലി ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്തായിട്ട് നിൽക്കും ഇങ്ങനെ ഓരോ പോയിൻ്റ് എത്തുമ്പോൾ. അങ്ങനെ നമ്മൾ ഒരു 1.5 കിലോമീറ്റർ അടുപ്പിച്ച് നടന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും പാറകളൊക്കെ വരാൻ തുടങ്ങി. പാറകളൊരു 1.5 കിലോമീറ്ററോളം പാറകളുടെ മണ്ടയിൽ കൂടെയൊക്കെ നടക്കണമായിരുന്നു. നമ്മൾ പോയ ദിവസത്തിന് മുന്നേ ആയിട്ട് അവിടെ ഒരു ആനയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ ആയിട്ട്. കാരണം നമ്മൾ ഈ നടക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ ഈ ഓരോ മൃഗങ്ങളുടെ ഗുഹയും ഓരോ മാളങ്ങളൊക്കെയാണ്. ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്ന ഗാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടൈം ആകുമ്പോൾ നമ്മളെല്ലാവരും സൈലൻ്റ് ആവണം, കാരണം ചിലപ്പോൾ മൃഗങ്ങൾ ഇങ്ങനെ കാണാൻ ചാൻസ് ഉണ്ട്, ഒച്ച വെക്കരുതെന്ന്. നടന്ന് തളർന്നു വരുമ്പോൾ ഇതേപോലെ കുറേ പാറകളുണ്ട് ഇരിക്കാനായിട്ട്, റെസ്റ്റ് എടുക്കാനായിട്ടൊക്കെ. അപ്പോൾ നമുക്കൊന്ന് ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് അവിടെ റെസ്റ്റ് എടുക്കാം കുറച്ച് നേരം. ഇത് മനു. ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് നടക്കാനുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. ഇവരെല്ലാം റെഡിയായി. അപ്പം അടിപൊളിയായിരുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ തിരിച്ച് നടക്കാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ടാറ്റ.